മിഡിൽ ഈസ്റ്റിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ബഹ്റൈനിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം. അൽമ അമീറിലെ ബാബ്കോ റിഫൈനറി സമുച്ചയത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയിൽ വൻ തീപിടുത്തമുണ്ടാവുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ബഹ്റൈൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനി കയറ്റുമതിയിൽ ഫോഴ്സ് മജ്യൂർ പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം കരാർ പ്രകാരമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമപരമായ നടപടിയാണിത്. നിലവിലെ പ്രാദേശിക സംഘർഷങ്ങളും റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണവുമാണ് പ്രവർത്തനങ്ങളെ ബാധിച്ചതെന്ന് കമ്പനി അറിയിച്ചു. ബഹ്റൈൻ വാർത്താ ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനിയൻ പ്രകോപനത്തെ തുടർന്ന് റിഫൈനറിയിൽ തീപിടുത്തമുണ്ടായെന്നും എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കയറ്റുമതിയെ ബാധിക്കുമെങ്കിലും രാജ്യത്തെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണ ലഭ്യമാക്കുവാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ യുഎസും ഇസ്രായേലും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. മേഖലയിൽ യുദ്ധഭീതി ശക്തമായതോടെ ബഹ്റൈനിൽ ഉടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്.